2026 രാജ്യം കടക്കുന്നത് വലിയൊരു സാമ്പത്തിക നേട്ടത്തോടെയാണ്. ഏകദേശം $4.18 ട്രില്യൺ ആഭ്യന്തര ഉൽപ്പാദനവുമായി ഇന്ത്യ ലോകത്തെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറി. അമേരിക്ക, ചൈന, ജർമ്മനി എന്നിവർ മാത്രമാണ് ഇനി ഇന്ത്യക്ക് മുന്നിലുള്ളത്. IMF ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ ഈ കണക്കുകളെ ശരിവെക്കുന്നു. 2014 ലോകത്തെ 10ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിരുന്നു ഇന്ത്യ. 2022 ബ്രിട്ടനെ മറികടന്ന് 5ാം സ്ഥാനത്തെത്തി. ഇപ്പോൾ ജപ്പാനെയും പിന്നിലാക്കിയാണ് 4ാം സ്ഥാനത്തേക്ക് ഉയർന്നത്. വെറും 11 വർഷത്തിനുള്ളിൽ 6 സ്ഥാനങ്ങളാണ് ഇന്ത്യ മെച്ചപ്പെടുത്തിയത്. ഇന്ത്യ 4ാം സ്ഥാനത്തെത്തിയത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വലിപ്പത്തിൻ്റെ സൂചനയാണ്, അല്ലാതെ ഓരോ പൗരനും സമ്പന്നനായി എന്നല്ല. ജപ്പാനിൽ 12 കോടി ആളുകളുള്ളപ്പോൾ ഇന്ത്യയിൽ 140 കോടി ആളുകളുണ്ട്. ഒരു ഇന്ത്യക്കാരൻ്റെ ശരാശരി വാർഷിക വരുമാനം ഏകദേശം $2,694 മാത്രമാണ്. എന്നാൽ ഒരു ജപ്പാൻകാരൻ്റേത് $32,487 അതായത് സാമ്പത്തിക വലിപ്പത്തിൽ നമ്മൾ മുന്നിലാണെങ്കിലും ജീവിത നിലവാരത്തിൽ ഇനിയും ഒരുപാട് മുന്നേറാനുണ്ട്. കോവിഡ് പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ 6.7% ശരാശരി വളർച്ച നിലനിർത്തിയിരുന്നു. GST, ബാങ്കിംഗ് രംഗത്തെ പരിഷ്കാരങ്ങൾ, ഡിജിറ്റലൈസേഷൻ എന്നിവ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തേകുകയും ചെയ്തു. ഇന്ത്യയിലെ ജനങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ കൂടുതൽ പണം ചിലവാക്കുന്നതും ഡിജിറ്റൽ ഇടപാടുകൾ കൂടിയതും സർക്കാർ കൊണ്ടുവന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളുമാണ് ഈ വളർച്ചയ്ക്ക് കാരണം. സമ്പദ് വ്യവസ്ഥയിൽ മുന്നിലെത്തിയെങ്കിലും നേരിടുന്ന വെല്ലുവിളികൾ പലതാണ്. വലിയൊരു വിഭാഗം യുവാക്കൾക്ക് മികച്ച ജോലി ഉറപ്പാക്കുക എന്നത് വെല്ലുവിളിയായി തുടരുകയാണ്. തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഇനിയും വർദ്ധിക്കേണ്ടതുണ്ട്. 2025 ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ 4.74% ഇടിവാണുണ്ടായത്. അടുത്ത 3 വർഷത്തിനുള്ളിൽ ജർമ്മനിയെ മറികടന്ന് ഇന്ത്യ ലോകത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകും എന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. 2030 ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ $7.3 ട്രില്യൺ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. ചുരുക്കത്തിൽ ഇന്ത്യ ലോകവേദിയിൽ ഒരു വമ്പൻ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നു. എന്നാൽ ഈ വളർച്ചയുടെ ഗുണം സാധാരണക്കാരന്റെ ജീവിത നിലവാരത്തിൽ പ്രകടമാകാൻ ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്.